ശ്രീ നിർമ്മൽ എബ്രഹാം, നോക്കൂ, ഇപ്പോൾ ട്രംപ് പ്രതികരിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നത് റിപ്പബ്ലിക്കൻസിന് ഒട്ടും നല്ലതല്ല എന്ന ആദ്യ പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്നും വരികയാണ്. തോൽവി ട്രംപ് അംഗീകരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? മംദാനിയുടെ വിഷയത്തിൽ മാത്രമല്ല, പൊതുവെ ഡെമോക്രാറ്റുകൾക്കുണ്ടായിരിക്കുന്ന മുൻതൂക്കം റിപ്പബ്ലിക്കനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനകൾ എന്താണ്? നേരത്തെ പാനലിസ്റ്റുകൾ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സെറ്റ് ബാക്ക് ആണ്, ട്രംപിന് വലിയൊരു തിരിച്ചടിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇപ്പൊ ഈവൻ വെർജീനിയ ആയാലും ന്യൂജേഴ്സി ആണെങ്കിലും ഒക്കെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് കമല ഹാരിസിന് കുറെ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു 92-ലാണ് അവസാനമായിട്ട് ന്യൂജേഴ്സിയിൽ ഒരു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് അവിടുന്ന് വോട്ട് കിട്ടുന്നത്. 2004-ലാണ് വെർജീനിയയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ അവിടെ പോലും കഴിഞ്ഞ തവണ കമല ഹാരിസിന്റെ ലീഡ് കുറഞ്ഞതായിട്ട് കണ്ടാണ്. പക്ഷെ അതൊക്കെ ഇപ്പൊ ഇത്തവണത്തെ റേസുകളിൽ എല്ലാം നമ്മൾ തിരിച്ചടി പോലെ, അതായത് വലിയ രീതിയിൽ ഡെമോക്രാറ്റിക് വേവ് ആണ് ഉണ്ടായിരിക്കുന്നത്, ഒരു സംശയമില്ല. പക്ഷെ സോറാൻ മംദാനിയുടെ കേസിൽ നമ്മൾ ആഘോഷിക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ എനിക്കൊന്ന് തിരിച്ചറിയാതെ പോകുന്നത്, സോറാൻ മംദാനി എന്ന് പറഞ്ഞ ഒരു മേയറാണ്, അതായത് ഒരു ഗവർണർ അല്ല, ഒരു സെനറ്റർ അല്ല, ഒരു പ്രസിഡന്റും അല്ല. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ 7 വയസ്സുള്ളപ്പോൾ എന്റെ പെങ്ങളോട് പറയണം, എന്റെ സിസ്റ്ററോട് പറയാണ്, ഞാനൊരു വണ്ടി മേടിച്ചു തരാം, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു തരാം എന്ന് എന്റെ കൂടെ നിന്നാൽ എന്ന് പറയുന്ന പോലെയാണ്. കാരണം എനിക്ക് ആ വണ്ടി മേടിച്ചു, അല്ല ഒരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കണം, എനിക്ക് ആദ്യം അമ്മയോട് സംസാരിക്കണം, അമ്മയുടെ അനുമതി കിട്ടണം, അത് കഴിഞ്ഞ് അച്ഛൻ സമ്മതിക്കണം, അച്ഛന്റെ പൈസ കിട്ടണം. ഇവിടെ അമ്മയായിട്ടും അച്ഛനായിട്ടും രണ്ടുപേരും നിൽപ്പുണ്ട് മംദാനിക്ക് മുന്നിൽ. ഒന്ന് ന്യൂയോർക്ക് സ്റ്റേറ്റിന്റെ ഗവർണറാണ് കാത്തി ഹോക്കിൾ, അതേപോലെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്. ഈ പറയുന്ന പല പോളിസികളും, ഇപ്പൊ ഈ പറയുന്ന റെന്റ് ഫ്രീസിംഗ് ആയിക്കോട്ടെ, ഫ്രീ ബസ് റൈഡുകൾ കൊടുക്കുന്ന ആയിക്കോട്ടെ, 2 ലക്ഷത്തോളം അഫോർഡബിൾ ഹൗസിംഗ് യൂണിറ്റ്സ് പണിയുന്ന ആയിക്കോട്ടെ, ഇതിനൊക്കെ ഒന്നെങ്കിൽ സ്റ്റേറ്റിന്റെ അനുമതി വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഫെഡറൽ ഗ്രാന്റുകൾ, സബ്സിഡീസ്, ഫണ്ടുകളൊക്കെ വേണം. നിർമ്മൽ, അവിടെയാണല്ലോ ട്രംപ് അവസാന ആയുധം പ്രയോഗിച്ചത്. ഈ വോട്ടെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് ഫെഡറൽ ഫണ്ട് കട്ട് ചെയ്യും എന്ന ഭീഷണി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് കേൾക്കാത്ത മനുഷ്യരല്ലല്ലോ മംദാനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നയങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ നയങ്ങളുടെ വിജയമാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന, അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ ട്രംപിന്റെ നിലപാടുകളെ എതിർക്കുന്നവർ പിന്തുണച്ച വോട്ടായിട്ട് വേണ്ടി നമ്മൾ അതിനെ കാണാൻ. അതെ, വോട്ടായിട്ട് അങ്ങനെ കാണാം. പക്ഷെ പ്രാക്ടിക്കലി എന്താണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഇവര് വോട്ട് ചെയ്ത് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അതായത് പറയുന്ന പ്രോമിസസിനല്ല വോട്ട് ചെയ്തത്. അതിൽ ചില കാര്യങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ സാങ്ച്വറി സിറ്റി ആയിട്ട് ന്യൂയോർക്കിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ന്യൂയോർക്കിനെ പ്രഖ്യാപിക്കാം, അവരെ പ്രൊട്ടക്ട് ചെയ്യാം, അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ ചെറിയ ചെറിയ ഇപ്പം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു മേയർ, സിറ്റി മേയർ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം അദ്ദേഹം ചെയ്യുമായിരിക്കും, അതിൽ യാതൊരു വിശ്വാസക്കുറവുമില്ല. പക്ഷെ ഇതിലെ പറഞ്ഞിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട്. ഇപ്പൊ കോർപ്പറേറ്റ് ടാക്സ് ദി റിച്ച്, ക്യാപിറ്റലിസത്തിനെ തൂക്കി വെളിയിലെറിയുക എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാർ അതുകൊണ്ടും കൂടെയാണ് വോട്ട് ചെയ്തത്. പക്ഷെ അവരുടെ മുന്നിൽ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അൺലെസ് കാത്തി ഹോക്കിൾ സമ്മതിക്കണം. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവൽ ഇല്ലാതെ കോർപ്പറേറ്റ് ടാക്സ് കൂട്ടാനോ, ഇൻകം ടാക്സ് കൂട്ടാനോ, സെയിൽസ് ടാക്സ് കൂട്ടാനോ മേയറിന് അവകാശമോ അധികാരമോ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് പറയാമെന്നല്ലാതെ ഗവർണർ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളൊരു ചോദ്യം. 2, നമ്മൾ പറയുന്നത് വെറും ഒരു സ്ഥലമല്ല, ന്യൂയോർക്ക് സിറ്റിയാണ്, അമേരിക്കയിലെ ഏറ്റവും വലിയ സിറ്റി, ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റികളിലൊന്ന്. അങ്ങനെ നോക്കുന്ന ന്യൂയോർക്ക് സിറ്റിയെ വളർത്തിക്കൊണ്ട് വന്നത് ക്യാപിറ്റലിസ്റ്റുകളാണ്, ബിസിനസ്സുകാരാണ്. ഈ പറയുന്ന ഇപ്പൊ ഇരിക്കുന്ന ഗവർണറിനും അവിടുത്തെ ഈവൻ ഡെമോക്രാറ്റിക് ബേസ് ആണ് അവിടെ ഉള്ളത്. എങ്കിൽ പോലും അവർക്കൊന്നും ഇതിൻ്റെ അകത്ത് യാതൊരു എന്താ പറയുക ഇൻവോൾവ്മെന്റും ഇല്ല എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഡെമോക്രാറ്റ്സ് വിശ്വസിച്ചിരുന്ന പോലെ എത്ര പണ്ടേ കോർപ്പറേറ്റ് ടാക്സ് കൂട്ടിയേനെ. ഈ ആൻഡ്രൂ കോമോ, കഴിഞ്ഞ തവണ മേയറായിരുന്ന ആൻഡ്രൂ കോമോയ്ക്ക് ഏകദേശം $8 മില്യൺ ആണ് മൈക്കിൾ ബ്ലൂംബർഗ് ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ ട്രാൻസാക്ഷൻ നൽകിയത്. മംദാനിക്ക് $8 മില്യൺ ഉണ്ടാക്കാൻ 20,000 ആൾക്കാരുടെ അടുത്ത് കെഞ്ചേണ്ടി വന്നു. അതാണ് വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ മാറ്റങ്ങൾ, ഈ റെവല്യൂഷണറി ആയിട്ടൊരു മാറ്റം ഒന്നും സൃഷ്ടിക്കാൻ മംദാനിക്ക് കഴിയില്ല. ഒരു ക്ലാസിക് എക്സാമ്പിളോടെ പറയാം. ബിൽ ഡി ബ്ലാസിയോ എന്ന് പറഞ്ഞൊരു ഗവർണർ 2012 അദ്ദേഹം മിടുക്കനായിരുന്നു. ഇതേപോലെ തന്നെ വാഗ്ദാനങ്ങൾ കൊടുത്തു, എല്ലാ സോഷ്യൽ ഇനീക്വാലിറ്റിയും ഞാൻ തുടച്ചു നീക്കും, നമുക്ക് വിലക്കയറ്റത്തിന് ഞാൻ എന്താ പറയുന്ന തടസ്സമിടും ഒക്കെ പറഞ്ഞിട്ട് കയറിയ ആളാണ്. അവസാനം 8 വർഷം കഴിഞ്ഞ് നാണം കെട്ട് ഇറങ്ങി പോകേണ്ടി വന്നു. ആളുകൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇടിഞ്ഞ് അദ്ദേഹത്തിനെ കുറിച്ച് ആരും സംസാരിക്കാത്തൊരു സ്റ്റേജ് എത്തി. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു മേയറാണ്, എനിക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. 4 വർഷം കഴിഞ്ഞ് മംദാനി പറയാൻ പോകുന്നത് ഇത് തന്നെയാണ്. എന്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, എല്ലാം ട്രംപ് തടഞ്ഞു, അല്ലെങ്കിൽ സ്റ്റേറ്റ് തടഞ്ഞു, എന്റെ ആഗ്രഹങ്ങളിൽ എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരും. ഇത് ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ വിജയത്തെ കുറച്ച് കാണുമല്ല. വളരെ കരിസ്മാറ്റിക് ആണ്. ഒരു നല്ല കാര്യം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഉണ്ടായത് തീർച്ചയായിട്ടും പറയാതെ വരും. കാരണം ബരാക് ഒബാമയ്ക്ക് ശേഷം, ഇത് പറയുന്ന ഒരു ഓവർ സ്റ്റേറ്റ്മെന്റ് ആകാം, ബരാക് ഒബാമയ്ക്ക് ശേഷം ഒരു അറിയപ്പെടുന്ന പേരെടുത്ത് പറയാൻ പറ്റുന്ന കോൺവെർസേഷൻ നമ്മളിപ്പോ അവസാനമായിട്ട് ഒരു ഡെമോക്രാറ്റിന്റെ പേരിൽ ഒരു ചർച്ച വെച്ചത് എന്നാണ്,
ബറാക് ഒബാമയുടെ ബൈഡന്റെ കാലഘട്ടത്തിലാണ്. അതിനപ്പുറം ഒരാളുടെ പേരിൽ ഇതിപ്പോ ഒരു മേയറൽ റേസ് ഇത്രയും വലിയൊരു സംസാര വിഷയമാക്കാൻ സാധിച്ചു സൊറാൻ മംതാനിയുടെ മിടുക്കാണ്. പക്ഷെ ആ മിടുക്ക് ബറാക് ഒബാമയ്ക്ക് ശേഷം ആ നയങ്ങൾ ഉറക്കെ പറയാനും അതിൽ ഉറച്ചു നിൽക്കാനും ഉള്ള കരുത്ത് കാട്ടുന്ന ഒരു നേതാവ് കൂടിയാണ്, ഡെമോക്രാറ്റ് നേതാവ് കൂടിയാണ് മംതാനി. ഓക്കെ, നയങ്ങളുടെ കേസല്ല, പക്ഷെ അദ്ദേഹത്തെ ആ ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് അത് ആദ്യമായിട്ട് അതിനുശേഷം കാണുന്നത് ഇപ്പോഴാണ്. നയങ്ങളുടെ കേസിൽ വ്യത്യാസമുണ്ട്. ശരി, ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് തിരിച്ചെത്താം.